കമ്മിറ്റിയുടെ സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടാവാം. അതിന്റെ സുതാര്യതയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നേരത്തെ ഡോക്ടർ പറഞ്ഞു 1000-ൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആയതുകൊണ്ട് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അത് നമ്മൾ ഗിരി ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഒരു മെഡിക്കൽ മേഖലയാണ്, അവിടെ സംഭവിക്കാം. അതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരിമിതികളുണ്ട്. ഇതില് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതില്. പക്ഷേ ഇതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അപ്പൊ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഡോണർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ ശരീരവും അവയവവുമായി ഈ ആശുപത്രിയിൽ ചെന്ന് കയറി എന്നുള്ള കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് നോക്കേണ്ട ഉത്തരവാദിത്വം ആരാണോ അയാൾക്ക് വേണ്ടുന്ന ചികിത്സ നൽകുന്നത് ആ ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ്, ആ ആശുപത്രിയുടെ ഉത്തരവാദിത്തമാണ്. അയാള് അവിടെ ചെന്ന് കയറിയതിനു ശേഷം ഇവരുടെ ചികിത്സാ പിഴവോ അല്ലെങ്കിൽ അനസ്തേഷ്യയിൽ കൊടുത്തിട്ടുള്ള, ഇവരിപ്പോ പറഞ്ഞു ഇതെല്ലാം വെരിഫൈ ചെയ്തപ്പോ ഇയാള് ഫിസിക്കലി ഫിറ്റ് ആണ്, ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ ആർക്കാണ് അൺഫിറ്റ്നസ് വന്നത്? ഈ സർജറി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്തുള്ള ഡോക്ടർക്കാണോ അൺഫിറ്റ്നസ് വന്നത്? അയാളുടെ കാൽക്കുലേഷനിലാണോ മിസ്സിംഗ് വന്നിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ ആശുപത്രി ഇവരെ തെരുവിലേക്ക് തള്ളിവിടല്ലല്ലോ വേണ്ടത്, അവർക്ക് വേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുക്കല്ലേ. ഞാൻ വേറെ കാര്യം കൂടിയും പറയാം. ഞാൻ ഇപ്പോ ഈ കുടുംബത്തിന് വേണ്ടുന്ന നിയമസഹായങ്ങള്, ഞാനൊരു അഭിഭാഷകനും കൂടിയാണ്, ഇവിടെ എറണാകുളം ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനും കൂടിയാണ്. ഈ കുടുംബത്തിന് വേണമെങ്കിൽ അവർക്കെതിരെ ഇപ്പൊ പല പല സ്ഥലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഒന്നും പ്രോപ്പർ ഒരു കേസ് എടുത്തായിട്ട് തന്നെ നമുക്കറിയില്ല. ഇനി ചിലപ്പോ നടക്കായിരിക്കാം, വെറുതെ വിളിച്ചു വരുത്തി വിടയിരിക്കാം. പക്ഷെ അവര് കൃത്യമായിട്ട് കൺസേൺ മജിസ്ട്രേറ്റ് കോടതിയിൽ, കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അതിനുശേഷം അതിന്റെ സുപ്പീരിയർ ഓഫീസർക്ക്, മീൻസ് സൂപ്രണ്ട് ഓഫ് പോലീസോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ പരാതി കൊടുക്കുക. എന്നിട്ട് നടപടി ഇല്ല എന്നുണ്ടെങ്കിൽ കൺസേൺ മജിസ്ട്രേറ്റ് കോടതിയിൽ അവരൊരു കേസ് ഫയൽ ചെയ്ത്, പ്രൈവറ്റ് കേസ് ഫയൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ എഫ്ഐആർ വീഴും. എഫ്ഐആർ വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 94-ലെ സെക്ഷൻ 21 പ്രകാരം ഇത്തരം കുറ്റകൃത്യം, ഇത് കുറ്റകൃത്യമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യം ചെയ്തതിന് ഈവൻ ആ ആശുപത്രിയുടെ ഡയറക്ട് ബോർഡിലുള്ള അംഗങ്ങളെ അടക്കം പ്രതികളായി വരുന്ന ഒരു കുറ്റകൃത്യമാവും.